കോടീശ്വരന്മാരോട് ആഗ്രഹിച്ച് RTO പ്രവർത്തനത്തിന് കേസ് ചാർജ് ചെയ്ത് അകത്തിടണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്ന് കേരളത്തിൽ ജനിച്ചോ അന്നുണ്ടായ ജനങ്ങളുടെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ നിശ്ചയ മാറ്റം തുടക്കം കുറിച്ചത് 2021 സെപ്റ്റംബറിൽ. അത് വെണ്ണിക്കൊടി പാർക്കുന്ന തരത്തിലൊരു വിജയ ചിഹ്നം വിളിയായി 2024 തൃശ്ശൂരിൽ സംഭവിച്ചെങ്കിൽ ഇന്ന് ഈ 4 അക്ഷരങ്ങൾ എന്ന പിശാചിനെ ഒടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം, അത് ഭാരതീയ ജനതാ പാർട്ടിയോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും രാജ്നാഥ് സിംഗിനോടും വല്ലാണ്ടങ്ങ് വർദ്ധിച്ചു പോയെങ്കിൽ, വിശ്വാസം വല്ലാണ്ടങ്ങ് വളർന്നു പോയെങ്കിൽ, അതിന് ഞങ്ങൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ വളക്കൂറുള്ള മണ്ണ് ഒരുക്കിയത് നിങ്ങൾ ഇടതും വലതും ചേർന്നാണ് എന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ പ്രഖ്യാപിക്കേണ്ടി വരും. നിങ്ങളാണ് ഞങ്ങളുടെ വളക്കൂർ. വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലാതെ ഞാൻ നിങ്ങളെക്കാളൊക്കെ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ കാര്യത്തിൽ ഒക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കി ഒരുപക്ഷെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയുന്ന ഒരു വോട്ടർ എന്റെ ഹൃദയത്തിലുള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനതയിലും കാണുന്നില്ല എന്നുള്ളത് വ്യസനം തന്നെ, സങ്കടകരമായ കാര്യം. ജാതി മാറ്റിവെക്കൂ, വർണ്ണം മാറ്റിവെക്കൂ, ഗന്ധം മാറ്റിവെക്കൂ, വിഭാഗീയത മാറ്റിവെക്കൂ, രാഷ്ട്രീയവും മാറ്റിവെക്കൂ. രാഷ്ട്രീയത്തിലെ അണി എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത, അതിന്റെ പവിത്രത, സത്യസന്ധത, ആത്മാർത്ഥത ഒന്നും നിങ്ങൾ കൈമോശം വരുത്തരുത്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കൂ. വോട്ട് ചെയ്യുമ്പോൾ മാത്രം, ഞാനിത് തൃശ്ശൂരിൽ പറഞ്ഞതാണ്, അത് സംഭവിക്കുകയും ചെയ്തു. വോട്ട് ചെയ്യുന്നത് സ്വന്തം രാഷ്ട്രീയത്തിന്റെ അധമത്തിന് വേണ്ടിയല്ല എന്നെങ്കിലും ഒരു നിശ്ചയം കേരളത്തിലെ സമ്മതിദായകർക്ക് വേണം, അത്യാവശ്യമാണ്. വോട്ട് ചെയ്യുന്നെങ്കിൽ അത് ഈ മണ്ണിന് വേണ്ടി മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ദൃഢനിശ്ചയം നിങ്ങൾ ഇതുവരെ എടുത്തില്ലെങ്കിൽ ഇന്ന് മുതൽ എടുത്തു തുടങ്ങിക്കോളൂ. കേരളത്തെ രക്ഷിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, മറ്റ് 2 കക്ഷികൾക്കും അവരുടെ വാലെ തൂങ്ങി നടക്കുന്നവർക്കും ഒന്നും ഇത്രയും കാലം സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അഫിഡവിറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതല്ല വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കേരളത്തെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഈ ദൃഢമായ ഒരു പുതിയ നിശ്ചയം, പഴയ ജീർണിച്ച നിശ്ചയത്തിലെ മാറ്റമാണ് ഈ കേരളത്തെ രക്ഷിക്കാനുള്ള ആദ്യത്തെ അവസാനത്തെയും ചവിട്ടുപടി എന്ന് ഞാൻ നിങ്ങളോട് വിഷമത്തോടെ തന്നെ, എത്രയോ 5 വർഷങ്ങൾ നമ്മൾ പാഴാക്കി. ഓരോ 5 വർഷവും തിരുത്താനുള്ള അവസരം നമുക്കാണ് കിട്ടിയത്. സ്ഥാനാർത്ഥികൾക്കോ അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ അല്ല ഓരോ 5 വർഷവും അവസരം കിട്ടിയത്. നിങ്ങൾ ജനതയ്ക്കാണ് കിട്ടിയത്. അത് വിനിയോഗിക്കപ്പെട്ടോ എന്ന് ശക്തമായി പരിശോധന നടത്തണം. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഇനി ശ്രീ ബാലകൃഷ്ണൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഈ വേദി വിട്ട് പോവുകയും ചെയ്യും. തിരിച്ചിവിടെ എടുത്തിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. വോട്ടിലെ ആത്മാർത്ഥത, വോട്ടിലെ സത്യസന്ധത, അത് രാജ്യത്തോടുള്ള കടപ്പാട് സൂചിപ്പിക്കുന്നത് മാത്രമായിരിക്കണം. ഈ രാജ്യത്തെ നാശത്തിലേക്ക് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന വോട്ട് ആയിരിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും. പുതിയ വോട്ടർമാർ ഒരുപാട് പേരുണ്ടാവും. നന്നായി വിശകലനം ചെയ്തോളൂ. ഞങ്ങൾക്ക് കരിവന്നൂരാണോ പ്രശ്നം അതോ ചെമ്പാണോ പ്രശ്നം?
ഞങ്ങൾക്ക് പൂരം കലക്കിയതാണോ പ്രശ്നം, അതോ ആ 4 അക്ഷര ഭീകരതയാണോ ഞങ്ങൾക്ക് പ്രശ്നം? ഞങ്ങൾക്ക് കേരളത്തിന്റെ ഭാവിയാണോ പ്രധാനം, അതോ ശബരിമല എന്ന് പറയുന്ന ഒരു സർക്കസ് പ്രകടനം? പല ജനങ്ങളുടെ നിശ്ചയമാറ്റം ഉണ്ടാകുന്ന പല വിഷയങ്ങളും മുക്കിവെക്കാനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ചോളണം. 2 ദിവസം മുമ്പാണ് പൂരം ആരും കലക്കിയിട്ടില്ല എന്നൊരു മഹാൻ വിളിച്ചു പറഞ്ഞത്. ആ മഹാന്റെ കീഴിലാണ് കേരളത്തിലെ സാധന. ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? വെറുതെ വിവാദങ്ങൾ ഉയർത്തിവിട്ട് പുകപടലം സൃഷ്ടിച്ച് അവരെ കീഴ്പ്പെടുത്താൻ പോകുന്ന, അവരെ ചവിട്ടിത്തേക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തുടച്ചു മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് പുകമറ സൃഷ്ടിച്ച് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തുക. പല കേസുകളും പെട്ടെന്ന് കോടതിയെ കൊണ്ട് വിളിപ്പിക്കുക. അതിനൊക്കെ ഒരു അഡ്വക്കേറ്റ് ജനറലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കിങ്കരന്മാരും മാത്രം മതി. ഇതൊക്കെ നടക്കും. നിങ്ങളുടെ മണ്ണിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഭാവി തലമുറയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ച് ചിന്തിക്കരുത്. അങ്ങനെ വന്നാൽ സത്യസന്ധമായ വോട്ടിംഗ് നടക്കും, മാറ്റത്തിനുള്ള വോട്ടിംഗ് നടക്കും. താമര ചേലക്കരയിലും വിരിയും, പാലക്കാട്ടും വിരിയും, വയനാട്ടിലും വിരിയും. പിന്നെ 2-1-3 സീറ്റിങ് കിട്ടി, അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ, കിട്ടി എന്ന് പറയുന്നതല്ല വിളംബരം വരിക. കേരളം ഭാരതീയ ജനതാ പാർട്ടിയും മോദിയും അമിത്ഷായും ചേർന്ന് എടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന വിളംബരം വരും. താമര ചിഹ്നം മറക്കണ്ട.